നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ തുടക്കം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സിനിമ ഭയങ്കര ബോറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു രീതിയിലാണ് തുടക്കം അങ്ങനെ പോകണ്ടാവുക. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റോറി ഉണ്ട് ഈ സിനിമയിൽ. നല്ല ഒരു സ്നേഹബന്ധത്തിൻ്റെ കഥ ഉണ്ട് സിനിമയിൽ. ഒരുപാട് ഇമോഷണൽ രംഗങ്ങളുണ്ട്. അതുപോലെ സ്നേഹബന്ധത്തിൻ്റെ കഥ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, നല്ല കോമഡികളുണ്ട്. രാഷ്ട്രീയ കോമഡികളാണ് കൂടുതലുള്ളത്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കോമഡികളും രാഷ്ട്രീയപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ സിനിമയിൽ കോമഡി രൂപത്തിൽ പറയുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ഈ സിനിമേൻ്റെ ഡയറക്ടർ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഫസ്റ്റിലൊരു പാട്ടുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ വന്ദനത്തിലെ പാട്ട് കോപ്പി അടിച്ച പോലെയാണ് അത് തോന്നുക. പിന്നെ ഭരതൻ സംവിധാനം ചെയ്ത ആരവം എന്ന സിനിമയിലെ നെടുമുടി വേണുവിൻ്റെ മുടി പോലെ ഉണ്ട് നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസൻ്റെ മുടിൻ്റെ സെറ്റപ്പൊക്കെ. അതൊക്കെ ഒരു കോമഡിമാതിരി നമുക്ക് ഫീൽ ചെയ്യും. ധ്യാൻ ശ്രീനിവാസൻ്റെ പേര് മൽഘോഷ് എന്നാണ്. അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക, മൽഘോഷ് എന്ന് വിളിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കേൾക്കാത്തൊരു പേര് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ കോമഡികളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ കുറേ നല്ല മെസ്സേജുകളുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഡയറക്ടർ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു മൂവിയാണ്. നല്ല തമാശ രൂപത്തിൽ ഈ സിനിമ എടുത്തിട്ടുണ്ട്. സീരിയസ്നെസ്സും ഉണ്ട്, തമാശയുണ്ട്, ഒക്കെ കൂടി ഒരു നല്ലൊരു മൂവിയാണ്. ഒരു കോവിഡ് കാലഘട്ടത്തിൽ മറ്റേ ഗൾഫ് നാട്ടിൽ നടക്കുന്ന ചില ഭാഗങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരു മലാല യൂസഫിൻ്റെ കഥയൊക്കെ ഇതിൽ കൂടെ വരുന്നുണ്ട്. മലാല യൂസഫ് എന്നാണ് ആ ക്യാരക്ടറായിട്ട് വരുന്നത്. എന്തായാലും ഈ സിനിമയിൽ പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ നിവിൻ പോളി വളരെ നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് കോമഡിയൊക്കെ നന്നായിട്ട് രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അനശ്വര രാജന് കാര്യമായിട്ട് ഈ സിനിമയിൽ വലിയ റോളൊന്നും ഈ സിനിമയിലില്ല. അതുപോലെ സാഹിബ് എന്ന പേരിലൊരാളുണ്ട്. അയാളെ പേരെനിക്കറിയില്ല, പക്ഷേ അയാൾ വളരെ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു പാകിസ്ഥാനി പെൺകുട്ടിയായിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയും വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് ഈ സിനിമ. നല്ല മെസ്സേജൊക്കെ ഉള്ള നല്ലൊരു മൂവിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ തീർച്ചയായും കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പുതിയ സിനിമ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ബൈ.